Hello friends, today we are going to discuss about 20th chapter അല്ലേ നമ്മൾ 20ാമത്തെ ചാപ്റ്റർ ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 20ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താ നോക്കൂ, സെക്ടറൽ ആസ്പെക്ട് ഓഫ് ഇന്ത്യൻ എക്കണോമി. ഓക്കെ, സെക്ടറൽ ആസ്പെക്ട് ഓഫ് ഇന്ത്യൻ എക്കണോമിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 3 തരത്തിലുള്ള സെക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് സെക്ടേഴ്സ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. ഇങ്ങനെ 3 തരത്തിലുള്ള സെക്ടേഴ്സ് ആണുള്ളത്. പ്രൈമറി സെക്ടേഴ്സിൽ മെയിനായിട്ട് എത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണുള്ളത്? ഓക്കെ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫിഷറി, ഫോറസ്ട്രി, മൈനിങ് ആൻഡ് കോറിങ്. ഓക്കെ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? എന്തൊക്കെ വരും അഗ്രികൾച്ചറിൽ? നമുക്കറിയാം എന്താണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞതാണ്. വെജിറ്റബിൾസ് വരും, ഫ്രൂട്ട്സ് വരും അല്ലേ, അതുപോലെ തന്നെ പല ആക്ടിവിറ്റീസും വരും. പിന്നെന്താണ് അഗ്രികൾച്ചർ തന്നെ നോൺ ഫുഡ് ഐറ്റംസും വരും. നോൺ ഫുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കോട്ടൺ, പിന്നെ അതുപോലെ തന്നെ ജ്യൂട്ട്, ഇതൊക്കെ ഏതിലാണ് വരിക? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ. പിന്നെ എന്താണ് വരുന്നത്? അലൈഡ് ആക്ടിവിറ്റീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്. ദെൻ ഫിഷറി. ഫിഷറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്താണ്? മത്സ്യബന്ധനം അല്ലേ, എല്ലാവർക്കും അറിയാം മത്സ്യബന്ധനം. അതും ഏതിൽ വരുന്നതാണ്? നമ്മുടെ പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. ദെൻ പിന്നെ വരുന്നതാണ് ഫോറസ്ട്രി. ഫോറസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ, കാട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എന്താണ്? അവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അല്ലേ, അതായത് ഇപ്പോൾ എന്താണ്? ടിമ്പർ, അതായത് മരത്തടിയിലെ മരക്കഷ്ണം, അതുപോലെ തന്നെ എന്താണ്? ഒരുപാട് സാധനങ്ങൾ എന്തുണ്ടാവും? ഫോറസ്റ്റിൽ ഉണ്ടാവും. അതൊക്കെ എന്താക്കാം? നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി എന്താക്കാം? നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്ത് പറയുക? ഫോറസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൈനിങ്. മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖനനം. ഓക്കെ, മൈനിങ് ആൻഡ് കോറിങ്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്ടർ ഏതാ നോക്കൂ, സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടറിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്? മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനും. ഓക്കെ, മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ഒരുപാട് ഇൻഡസ്ട്രീസ്. അതായത് ഈ ഒരു പ്രൈമറി സെക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ, റോ മെറ്റീരിയൽസിനെ എവിടെയാണ് മാനുഫാക്ചർ ആക്കി അതൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് നമ്മുടെ ഈ സെക്കൻഡറി സെക്ടറിൽ വെച്ചിട്ടാണ്. ഓക്കെ, കൺസ്ട്രക്ഷൻ നോക്കൂ. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോഡ്, റെയിൽവേ, അങ്ങനെ ഓരോ കൺസ്ട്രക്ഷൻ ഇല്ലേ, അതിനാണ് നമ്മൾ ബിൽഡിങ് അല്ലേ, അതൊക്കെ എന്താണ്? കൺസ്ട്രക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ ടെർഷ്യറി സെക്ടർ. ഈ 2 സെക്ടേഴ്സ് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്നതാണ് ടെർഷ്യറി സെക്ടർ. ടെർഷ്യറി സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് സർവീസസ് ആണ് വരിക. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവനങ്ങൾ അല്ലേ. എന്തൊക്കെ സേവനങ്ങളാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പിന്നെ എന്താണ്? സോഷ്യൽ സർവീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, ഇതൊക്കെ ഏതിലാണ് വരുന്നത്? ടെർഷ്യറി സെക്ടറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 സെക്ടേഴ്സും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതിലേക്ക് പോവാം? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് പ്രൈമറി സെക്ടർ? പ്രൈമറി സെക്ടറിൻ്റെ ഭാഗമായിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, ഏതാണ്? ഫിഷറി അല്ലേ, ഫിഷറി അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് പ്രൈമറി സെക്ടറിൽ ഏതാ വരുന്നത്? ഫിഷറി. അപ്പോൾ ഫിഷറിയാണ് ആൻസർ വരിക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സെക്ടർ ഇൻ ടേംസ് ഓഫ് ഷെയർസ് ഇൻ വർക്കിംഗ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് ഏതാണ് ഏറ്റവും എന്താണ് ലാർജസ്റ്റ് സെക്ടർ ഏതാണ്? അതായത് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷ്യറി ആണോ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാർജസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് ഏതാണ്? പ്രൈമറി സെക്ടറാണ്, അതായത് അഗ്രികൾച്ചർ ആണ്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഹൗ മച്ച് വാസ് ദ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ ഓഫ് ഇന്ത്യ ഇൻ 2008-9? 2008-9 നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ എത്രയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? 243 മില്യൺ ടൺസ് ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് നോക്കൂ, ഗിവ് 3 എക്സാമ്പിൾസ് ഓഫ് പ്രോഡക്റ്റ് ഫ്രം ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 3 പ്രോഡക്റ്റിൻ്റെ പേര് പറയാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടാവും അല്ലേ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ. അപ്പോൾ ഈ ടെക്സ്റ്റിൽ കൊടുത്ത ആൻസർ നോക്കൂ, ബ്രെഡ്, ഫ്രൂട്ട് ജാം ആൻഡ് പിക്കിൾസ്, ഇതൊക്കെ എന്താണ്? ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൽ നിന്നുള്ള പ്രോഡക്റ്റുകളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, വാട്ട് വാസ് ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഇൻ നാഷണൽ ഇൻകം അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ അഗ്രികൾച്ചറിൻ്റെ ഷെയർ, അതായത് GDPൻ്റെ എത്ര ശതമാനമായിരുന്നു? മോർ ദാൻ 50%, 50% മുകളിലായിരുന്നു നമ്മുടെ അഗ്രികൾച്ചറിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. ഏതിൽ? നമ്മുടെ എന്തിൽ? വാട്ട് ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൽ നമ്മളുടെ ഷെയർ, അഗ്രികൾച്ചറിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 50% മുകളിലായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഹൗ മച്ച് ഹാസ് ദ അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ടഡ് ടു ഇന്ത്യാസ് ഇൻകം ഇൻ 2009-10? അപ്പോൾ 2009-10 ആയ സമയത്ത് എത്രത്തോളം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നോക്കൂ. എത്രയാണ്? 15% ആണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഡിഫൈൻ ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇൻഡസ്ട്രീസിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും ഉണ്ട്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസും ഉണ്ട്. സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുത് അല്ലേ. അപ്പോൾ അവിടുത്തെ മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25 lakh മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുക. ഓക്കെ, ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ കൂടുതലായിട്ട് എന്താ ചെയ്യുക?
ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം കൂടുതൽ വർക്കേഴ്സിനെ യൂസ് ചെയ്യുക അല്ലേ, അതായത് മെഷീൻസ് ഒന്നും കൂടുതൽ യൂസ് ചെയ്യാതെ കൂടുതൽ വർക്കേഴ്സിനെ, അതായത് തൊഴിലാളികളെ കൂടുതൽ എന്താണ് യൂസ് ചെയ്യുക, അവർക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക, അതാണ് എന്ത് ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നോക്കൂ, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ അവിടെ എന്തായിരിക്കും? ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ, വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നമ്മൾ നടത്തുക. വലിയ വലിയ ഇൻഡസ്ട്രീസും ഫാക്ടറീസൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഏതാണ്? ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, അവിടെ എന്താ സംഭവം? അവിടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് ആണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ്. വലിയ വലിയ ഇൻഡസ്ട്രീസ്, സ്റ്റീൽ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നമ്മൾ എന്താണ്, നമുക്ക് ലേബേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ലേബേഴ്സ് കുറവായിരിക്കും, യൂസ് ചെയ്യും, പക്ഷേ എന്താണ്, കുറവായിരിക്കും. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറവായിരിക്കും. ഓക്കെ, ഇവിടെ കൂടുതൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? മെഷീൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുക. അപ്പം നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നാണ് ചോദിച്ചത്. ആൻസർ നോക്കൂ, ആൻ ഇൻഡസ്ട്രി വിച്ച് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ spending a minimum 25 lakh on plant and machinery is called small scale industry. മിനിമം 25 lakh ഉള്ളതിനെയാണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് വാസ് ദ ഷെയർ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻ നാഷണൽ ഇൻകം 2009-10? 2009-10 എന്താണ് നമ്മുടെ ഷെയർ എന്നാണ് ചോദിക്കുന്നത്. ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഷെയർ എന്താണെന്നാണ് ചോദിക്കുന്നത്. എത്ര പെർസെൻറ്റേജ് ആണ്? 28%. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ ഇത് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾസ് പറയാനാണ്. ഏതൊക്കെ അവിടെ കൊടുത്തത്? ടെലിഫോൺ ടവർ, ഹിറാക്കൂർ ഡാം, ഇതൊക്കെയാണ് എന്തിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ തന്നത്? നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, വാട്ട് വാസ് ദ ഷെയർ ഓഫ് സർവീസ് സെക്ടർ ഇൻ എംപ്ലോയ്മെൻറ്റ് ഇൻ 2009-10? അതായത് നമ്മുടെ സർവീസ് സെക്ടറിൻ്റെ എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എത്രയാണ്? 29.4% ആണ്. ഓക്കെ, 11th ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് വാസ് ദ ഷെയർ ഓഫ് സർവീസ് സെക്ടർ ഇൻ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ ഇൻ 2009-10? 2009-10 എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എത്രയാണ്? 55.2%. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ഗിവ് 1 ബെനിഫിറ്റ് ഓഫ് മേക്കിംഗ് പേയ്മെൻറ്റ് ബൈ ചെക്ക്. നമ്മൾ അതായത് ചെക്കിലൂടെ നമ്മൾ ക്യാഷ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്? എന്താണ്? സേഫ്റ്റി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ട്രാൻസ്പോർട്ടിംഗ് ഫുഡ് ഗ്രെയിൻസ് ഈസ് എ പാർട്ട് ഓഫ് വിച്ച് സെക്ടർ? അതായത് ഫുഡ് മെറ്റീരിയൽസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് സെക്ടറിലാണ് വരുന്നത്? ഏതിലാണ്? സർവീസ് സെക്ടർ അല്ലേ, സേവനമാണത് അല്ലേ, സർവീസ് സെക്ടർ. എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷൻ പീപ്പിൾ പെർസ്യൂഡ്. ഏതൊക്കെ ഒക്യുപ്പേഷനാണ് ആളുകൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. അതാണ് ഇവിടെ വീണ്ടും പറയുന്നത്. അതിനി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് നോക്കും, എക്സ്പ്ലെയിൻ ദ സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സെക്കൻഡറി സെക്ടേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ അല്ലേ. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്തൊക്കെയാണ് വരിക? This implies production of goods by using raw materials in manufacturing unit called factories. നമ്മൾ ഓരോ ഫാക്ടറീസിലും ഇൻഡസ്ട്രീസിലൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല, അത് തന്നെയാണ് ഉൽപ്പാദനം അല്ലേ. അതാണ് എന്ത്? മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഇവിടുന്ന് കിട്ടുന്ന പ്രോഡക്റ്റ്, ഇവിടുന്ന് വരുന്ന റോ മെറ്റീരിയലാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? നേരെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് പോകുന്നത്. എന്നിട്ട് അതാണ് എന്തായിട്ട് മാറുന്നത്? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? These activities include construction of residential and non-residential building, rocks, parks, bridges, dams, airports, bus stop and so on. ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? കൺസ്ട്രക്ഷനിൽ വരുന്നത് അല്ലേ. കൺസ്ട്രക്ഷനിൽ എന്താണ്? റോഡ്, ഡാം, അതൊക്കെ എന്താണ്? റെയിൽവേ, ഇതൊക്കെ ബിൽഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, 17th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടറിൻ്റെ റോളും ഇമ്പോർട്ടൻസും എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെയായിരിക്കും പ്രൈമറി സെക്ടർ നമ്മുടെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കൂ, ഷെയർ ഇൻ നാഷണൽ ഇൻകം. നമ്മുടെ നാഷണൽ ഇൻകം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രൈമറി സെക്ടറാണ്. സെക്കൻഡ് നോക്കൂ, പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ടു ലാർജ് സെക്ടേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ. കൂടുതൽ ആളുകൾക്ക് എന്താണ്? ജോലി, അതായത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്രൈമറി സെക്ടേഴ്സ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കൂ, പ്രൊവൈഡിങ് ഫുഡ് ടു മില്യൺസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? പ്രൈമറി സെക്ടറിൻ്റെ ഫീച്ചറാണ് എന്ത്? അതായത് കൂടുതൽ ആളുകൾക്ക് എന്താണ്? മില്യൺസ് ഓഫ് പീപ്പിൾസിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഫീച്ചർ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, പ്രൊവൈഡിങ് റോ മെറ്റീരിയൽ ടു ഇൻഡസ്ട്രീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ റോ മെറ്റീരിയൽസ് ആണ്, അസംസ്കൃത വസ്തുക്കളാണ് നേരെ എങ്ങോട്ടേക്ക് പോകുന്നത്, നമ്മുടെ ഇൻഡസ്ട്രീസിലേക്ക്, മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടേക്കുള്ള യൂണിറ്റ്, അതായത് റോ മെറ്റീരിയൽസിനൊക്കെ എങ്ങനെയാണ്, ആരാണ് തരുന്നത്, നമ്മുടെ പ്രൈമറി സെക്ടറാണ് നമുക്ക് തരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 18th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സെക്കൻഡറി സെക്ടറിൻ്റെ റോളും ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ സെക്കൻഡറി സെക്ടറിലേക്ക് കിടക്കുന്ന സമയത്ത് അവിടെ എന്താണ്, മാനുഫാക്ചറിങ് ആണ് വരുന്നത് അല്ലേ. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇൻഡസ്ട്രീസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഓക്കെ, ലേബർ ഇൻറ്റൻസീവ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പിന്നെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ കൂടുതൽ എന്താണ്, നമ്മൾ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വർക്കേഴ്സിന് എന്താണ് എംപ്ലോയ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, ഷെയർ ഇൻ നാഷണൽ ഇൻകം. ഓക്കെ, ഷെയർ ഇൻ നാഷണൽ ഇൻകം, അതായത് നമ്മുടെ നാഷണൽ ഇൻകം എന്താണ്, നാഷണൽ ഇൻകം കൂടാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു സെക്കൻഡറി സെക്ടർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. നമ്മൾ പ്രൈമറി സെക്ടർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി സെക്ടറും എന്തിനു സഹായിക്കുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റ് അല്ലേ. ഒരുപാട് ലേബർ ഇൻറ്റൻസീവ് മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരുപാട് ലേബർ, അതായത് ആളുകൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, വർക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനും എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മുടെ സെക്കൻഡറി സെക്ടർ. തന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കൂ, ക്രിയേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം വരുന്നത് എവിടെയാണ്, നമ്മളുടെ സെക്കൻഡറി സെക്ടറിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, റോഡ്, ഹൈവേ, എയർവേ എക്സെട്ര അല്ലേ. പിന്നെ അതുപോലെ തന്നെ ബിഗ് ഡാംസ്, ഇതൊക്കെ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സെക്കൻഡറി സെക്ടേഴ്സിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കൂ, പ്രൊവിഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിനും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ ഓരോരുത്തരും ഡെയിലി യൂസ് ചെയ്യുന്ന ഗുഡ്സിനാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലെ എന്താണ് കൺസ്യൂമർ ഗുഡ്സ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്, അത്തരത്തിലുള്ള ഗുഡ്സൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവാനുള്ള കാരണം എന്താണ്, നമ്മളുടെ ഈ ഒരു സെക്കൻഡറി സെക്ടർ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള ഗുഡ്സ് അവൈലബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഈ ഒരു 18ാമത്തെ ക്വസ്റ്റ്യനോട് കൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നമുക്ക് എന്താണ്, അടുത്ത ചാപ്റ്ററിൽ നമുക്ക് അടുത്ത ഇത് കാണാം.